ഹലോ ഫ്രണ്ട്സ്, എനിക്ക് കുറച്ച് തോട്ടിൽ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് ഇങ്ങനെ വെച്ച് കറി ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ അമ്മയുണ്ടല്ലോ, ഹസ്ബൻഡിൻ്റെ അമ്മ, തോട്ടിൽ മീനും പുഴയിലും മീനും ഒക്കെ കിട്ടും. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് മീൻ കിട്ടും. അപ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടുവന്ന് തരും ഞങ്ങൾക്ക്. അപ്പോൾ അമ്മ എങ്ങനെയാണ് കറി വെക്കണേന്ന് നോക്കാം. അമ്മ കറി വെക്കണ പോലെ നമുക്ക് ഈ തോട്ടിലെ മീനൊക്കെ എടുത്തിട്ട് നമ്മൾ കറി വെക്കണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അമ്മ മീൻ കറി വെക്കണ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. തോട്ടിലെ മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മീനെ പോലെയല്ല. നാട്ടിൽ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന മീനില്ലേ, അതുപോലെയല്ല കേട്ടോ. തോട്ടിലെ മീൻ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പം അമ്മ എന്താ ചെയ്യുന്ന ഓർത്താ, ആദ്യം തന്നെ മീൻ എടുത്തോ ചട്ടിയിലേക്ക്. മീൻ നല്ലോണം നന്നാക്കി കൊണ്ടുവന്നല്ല, കഴുകി വാരി കൊണ്ടുവന്നിടും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നറിയോ, കുറച്ച് ഉപ്പിടും. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടോ കേട്ടോ. ഉപ്പിടും. ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇന്നത്തെ പോലെ നമുക്ക് കാശ്മീരി മുളക്, മറ്റേ മുളക്, ചുമന്ന മുളക്, ഇഞ്ചി, അങ്ങനെ വേറെ മുളക് അങ്ങനെയൊന്നുമില്ല. കുറേ മുളകുകളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ചുമന്ന മുളകേ ഉള്ളൂ. അമ്മ അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് 2 സ്പൂണോ 1 സ്പൂണോ അവരവരുടെ ആവശ്യത്തിന് എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല മീനല്ല, ചൂണ്ടയൊക്കെ ഇട്ട് പിടിച്ച മീൻ കിട്ടിയതുകൊണ്ട് നമ്മളത് ഇട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ആ വെളിച്ചെണ്ണ ഇത്തിരി ഇട്ടു. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ആ പച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കും. കൊടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ പച്ചമുളക് ഇട്ട് കൊടുക്കും അമ്മ. പച്ചമുളകാണ് അമ്മ ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുക്കും. പിന്നെ അമ്മ ഉണ്ടല്ലോ ഇഞ്ചി ഇട്ട് കൊടുക്കും. പിന്നെ അമ്മ എപ്പോഴും ഈ തണ്ടേപ്പാടെയാണ് വേപ്പില ഇട്ട് കൊടുക്കുക. അമ്മ എപ്പോഴും ഇടണ വേപ്പില തണ്ടേപ്പാട ഇട്ട് കൊടുക്കണേ അമ്മ ഉണ്ടാക്കണേ. പിന്നെ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കും. എന്തിനാന്നറിയാവോ? കാന്താരി മുളക് ഇതിട്ട് കൊടുക്കും. ഇതവിടെ കിടന്ന് ഈ മേലില് കിടക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെയാണ് ഞാനും പഠിച്ചത്. കാന്താരി മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെന്താ ചെയ്യാന്ന് വെച്ചാൽ അമ്മ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഉള്ളി, സബോള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടൂല കേട്ടോ. കണ്ട, ഇനി അവിടെ കിടന്ന് വെന്ത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോന്ന്. അങ്ങനെ തോട്ടിൽ നിന്ന് പിടിച്ച മീൻ, ചൂണ്ടയിട്ട് പിടിച്ച മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഈ കാന്താരി മുളകിനെ കണ്ടോ? ഈ കാന്താരി മുളക് മുഴുവനെ ഇട്ടേക്കണേ. അപ്പം ഇതിൽ പൊട്ടിച്ചങ്ങ് കഴിക്കും ചോറിന്. കണ്ട, അമ്മയൊക്കെ അങ്ങനെയാ ചെയ്യണേ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇനി തോട്ടിലെ മീനും ഒക്കെ ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വരുമ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കണേ. ഒത്തിരി ഒന്നുമില്ല, ഒത്തിരി പണിയൊന്നുമില്ല, എളുപ്പമാണ്. ഏറ്റവും എളുപ്പം. സബോളയില്ല, ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കുറേ മല്ലിപ്പൊടിയും അതൊന്നുമില്ല കേട്ടോ. കണ്ട,
മീൻ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ ചേർത്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 2 പച്ചമുളക് ചേർക്കാം, ഇച്ചിരി ഇഞ്ചി ചതച്ചിടാം, വേപ്പില ഇടാം. ദേ ഇതുപോലെ എന്താണ് കാന്താരി മുളക് അതിൻ്റെ കൂടെ ഇട്ടാൽ കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് ആ ചോറുണ്ണുമ്പോൾ അമ്മയൊക്കെ ആ ചോറുണ്ണുമ്പോഴേ ഈ മുളക് അങ്ങ് പൊട്ടിക്കും. ഈ കാന്താരി മുളക് ഉണ്ടല്ലോ, കാന്താരി മുളക് അങ്ങ് പൊട്ടിക്കും അതിലേക്ക്, ആ ചോറിലേക്ക്. അപ്പം നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് മീൻ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ, പിള്ളേർക്കും ചെയ്യാട്ടോ, എളുപ്പമാണ് പിള്ളേർക്ക് ചെയ്യാനായിട്ട്. പുറമേക്കണ പിള്ളേരൊക്കെ പറയൂലേ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കാമെന്ന്. ഇത് നല്ല ടേസ്റ്റായിട്ടോ. ആ കാന്താരി മുളക് പൊട്ടിക്ക് കഴിയുമ്പോൾ ചോറുണ്ണാൻ അത് മാത്രം മതി. ഓക്കേ, അടുത്ത വീഡിയോവുമായിട്ട് പിന്നെ വരാട്ടോ.